പിടിക്ക് കാണാതെ എല്ലാവർക്കും ഓക്കെ. നമ്മള് എന്താണ് എടുത്തോണ്ടിരുന്നത്? മെഡിക്കൽ ടേംസ് ഫോർ കണ്ടീഷൻസ് ആൻഡ് ഡിസീസസ് ആണ് അല്ലെ? ഇവിടെ വരെ പറഞ്ഞു. ഫ്രാക്ചർ വരെ എടുത്തത്. ഫ്രാക്ചർ നിങ്ങള് ഇത് ഒന്ന് ബൈഹാർട്ട് ചെയ്ത് പഠിച്ചു പോകണം കേട്ടോ. ഈ ചാപ്റ്റർ ഇത് ചെറിയ ചാപ്റ്റർ ആണ്, എന്നാലും ഓരോ ടേംസ് എന്തിനാണെന്നുള്ളത് ബൈഹാർട്ട് ചെയ്യണം. ഓക്കെ. പേജ് നമ്പർ 137 എടുക്കട്ടോ. നെക്സ്റ്റ് വരുന്നത് ആർട്ടീരിയൽ ഫൈബ്രിലേഷൻ ആണ് കേട്ടോ. എന്താണത്? Uncoordinated varying movement of the heart muscles resulting in an irregular pulse and poor blood flow. എന്തൊരു സിറ്റുവേഷൻ ആണത്? ഇറഗുലർ പൾസ് ആൻഡ് പുവർ ബ്ലഡ് ഫ്ലോസ് ആണ് അതിന്റെ സിറ്റുവേഷൻ. എന്താണ്? നമ്മളെ വിറകലേക്ക് വരുന്ന സിറ്റുവേഷനില് വിറയ്ക്കുന്ന സിറ്റുവേഷൻ കണ്ടിട്ടില്ലേ നമ്മള്? ഏത് സിറ്റുവേഷൻസ് നമുക്ക് വിറവൽ ഉണ്ടാവുന്നത്? ഷിവറിങ്. ഇവിടെ പറയുന്നത് ഹൃദയപേശികളുടെ ചലനം മൂലമാണ് കേട്ടോ. അതായത് ഹൃദയപേശികളുടെ ഏകോപനമില്ലാത്ത വിറയ്ക്കുന്നതുമായിട്ടുള്ള ഒരു ചലനം, അതുപോലെ എന്തുണ്ടാവുന്നു? നമുക്ക് ക്രമരഹിതമായിട്ടുള്ള ബ്ലഡ് ഫ്ലോയും പൾസും ആയിരിക്കും ഇതിൽ ഉണ്ടായിരിക്കും. റെഗുലർ ആയിട്ടുള്ള പൾസും ബ്ലഡ് ഫ്ലോസും ആയിരിക്കും ഇവിടെ ഈ ഒരു സിറ്റുവേഷൻസിൽ ഉണ്ടായിരിക്കുന്നത്. ഓക്കെ. അതായത് ഹാർട്ട് മൂവ്മെന്റ് എങ്ങനെയായിരിക്കും? വിറയ്ക്കുന്ന രീതിയിലുള്ള ഒരു ഏകോപനം, അതായത് കോർഡിനേഷൻ ഇല്ലാത്ത രീതിയിലായിരിക്കും ഹാർട്ട് മൂവ്മെന്റ്സ് ഉണ്ടായിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഹാർട്ട് മൂവ്മെന്റ്സിൽ കോർഡിനേഷൻ ഇല്ലെങ്കിൽ തന്നെ പൾസിൽ എന്ത് വരും? പൾസിൽ വ്യത്യാസം വരുമോ? പൾസിൽ വ്യത്യാസം വരും. ഇറഗുലർ ആയിട്ടുള്ള പൾസും പുവർ ബ്ലഡ് ഫ്ലോസും ആയിരിക്കും ഈ ഒരു സിറ്റുവേഷനിൽ ഉണ്ടായിരിക്കുന്നത്. ഓക്കെ. കേൾക്കാൻ പറ്റുന്നില്ലേ നിങ്ങൾക്ക്? ആ, നമ്മുടെ ഹാർട്ടിൽ തന്നെ വേരിയേഷൻസ് വരുമ്പോൾ തന്നെ നമ്മുടെ പൾസിൽ വ്യത്യാസം വരും അല്ലെ? പൾസും അതായത് ബ്ലഡ് ഫ്ലോസും ഹാർട്ട് റേറ്റ്സും മര്യാദ അല്ലെങ്കിൽ പോലും എന്താണ് പൾസ് റേറ്റ്സിൽ വേരിയേഷൻസ് കാണിക്കും. ഓക്കെ. നെക്സ്റ്റ് വരുന്നത് ഹൈപ്പർ ടെൻഷൻ. ഹൈപ്പർ ടെൻഷൻ ഇത് മനസ്സിലായോ? ആർട്ടീരിയൽ ഫിബ്രിലേഷൻ എന്താണ്? യെസ്. ഹൈപ്പർ ടെൻഷൻ എന്താണ്? അബ്നോർമലി ഹൈ ബ്ലഡ് പ്രഷർ അല്ലെ? നമുക്ക് സാധാരണമായിട്ടുള്ള ഉയർന്ന രക്തസമ്മർദ്ദമാണ് എന്താ? ഹൈപ്പർ ടെൻഷൻ. നെക്സ്റ്റ് വൺ ഹൈപ്പോ ടെൻഷൻ. നേരത്തെ ഹൈപ്പർ ടെൻഷൻ ആണ്, ഇതെന്താണ്? ഹൈപ്പോ ടെൻഷൻ. ഇതെന്തായിരിക്കും? അബ്നോർമലി ലോ ബ്ലഡ് പ്രഷർ അല്ലെ? മറ്റേത് എന്താണ്? ഹൈ ബ്ലഡ് പ്രഷർ ആണ് ഹൈപ്പർ. ഹൈപ്പോ മീൻസ് ലോ ബ്ലഡ് പ്രഷർ. രണ്ടും ഒന്ന് പഠിക്കണം കേട്ടോ, മനക്ക് വരുന്നത്. എസ്കീമിയ. എസ്കീമിയ എ അധികം സ്ട്രെസ് ചെയ്ത് പറയണ്ട, പക്ഷെ പ്രൊനൗൺസിയേഷൻ കേൾക്കുമ്പോൾ എ എന്ന രീതിയിൽ വരണം. ഓക്കെ.
എക്ക് സ്ട്രെസ് കൊടുക്കരുത്. ഇങ്ങനെ പറയണം, സ്കീമിയ. സ്കീമിയ എ പറയുന്നുണ്ട്, പക്ഷെ അത് കേൾക്കരുത്. ഓക്കെ, മനസ്സിലായി? ഒന്ന് പറഞ്ഞു നോക്കി. സ്കീമിയ ശരിയായോ? ഓക്കെ, എന്താണ് ഇസ്കീമിയ എന്ന് പറയുന്നത്? Characterized by a lack of blood flow to an organ or part of the body of one refers to the heart, cardiac ischemia. എന്താണ്? Characterized by lack of blood flows ആണെന്നാണ് പറയുന്നത്. എന്താണ്? അതായത് നമ്മുടെ ശരീരത്തിന്റെ ഒരു ഭാഗത്തിലേക്കോ അല്ലെങ്കിൽ അവയവത്തിലേക്കോ രക്തപ്രവാഹം കുറയുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ സിറ്റുവേഷൻ ഉണ്ടാവുന്നത്. ഓക്കെ, ഇസ്കീമിയ എന്ന് പറയുന്നത് എന്താണ്? ശരീരത്തിന്റെ ഏതെങ്കിലും അവയവത്തിലേക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് നമ്മുടെ ബ്ലഡ് ഫ്ലോ അല്ലെങ്കിൽ രക്തപ്രവാഹം കുറയുന്ന ഒരു സിറ്റുവേഷൻ ആണ് കേട്ടോ. യെസ്, ഓക്കെ. മാലിഗന്റ്. മാലിഗന്റ് എന്താണ്? മാലിഗന്റ് in reference to tumors or growths indicating the presence of cancer cells. Malignant എന്താണ്? In reference to tumors or growth indicating the presence of cancer cells. ട്യൂമറുകൾ അല്ലെങ്കിൽ വളർച്ചകൾ വളർന്നു വരുന്ന എന്തിനെയോ സൂചിപ്പിക്കുന്നതാണ്. പ്രത്യേകിച്ച് നമ്മളുടെ ക്യാൻസർ കോശങ്ങളുടെയൊക്കെ സാന്നിധ്യം സൂചിപ്പിക്കുന്നത് ആ ഒരു വാക്കാണ് എന്ത്? മാലിഗന്റ് എന്ന് പറയുന്നത്. അതായത് ട്യൂമർ അല്ല, പക്ഷെ വളർന്നു വരുന്നത് എന്തോ ആയിട്ട് കാണിക്കും. ഓക്കെ, പ്രത്യേകിച്ച് ക്യാൻസർ സെൽസുകളുടെ ഒക്കെ ഒരു സൂചനയാണ് എന്ത്? മാലിഗന്റ് എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായോ? ട്യൂമറുകൾ അല്ലെങ്കിൽ എന്തിന്റെങ്കിലും വളർച്ചകളെ പരാമർശിക്കുന്നു. ഓക്കെ, then cancer, collection of related diseases where some of the body cells multiply out of control, spreading into surroundings tissues and interfering with the normal body functions. എന്താണ് ക്യാൻസറിന്റെ നിർവചനത്തിൽ പറയുന്നത്? ക്യാൻസർ എന്താണ്? Say collection of related diseases. The sum of the body cells multiple out of control, spreading into surrounding tissues and interfering with the normal body functions. In this situation ആണ് ആദ്യം ഇത് എങ്ങനെയായിട്ടാണ് രൂപപ്പെടുന്നത്? എന്തെങ്കിലും തരത്തിൽ മുഴകളായിട്ട് രൂപപ്പെടും അല്ലെ? മുഴകളായിട്ട് മാറുകയും പിന്നെ ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് ഇത് എന്തായിപ്പെടും? ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് എന്തായിപ്പെടും? സ്പ്രെഡ് ആവുക, അതായത് പടരുകയും ചെയ്യുന്ന ഒരു രോഗാവസ്ഥയാണ് ആദ്യം. ചെറിയ മുഴകളായിട്ട് മാറുകയും ശരീരത്തിന്റെ മറ്റു ഭാഗത്തിലേക്ക് അത് പടരുകയും ചെയ്യുന്ന ഒരു രോഗാവസ്ഥയാണ് എന്ത്? ക്യാൻസർ എന്ന് പറയുന്നത്. ഓക്കെ, അത് മറ്റു സറൗണ്ടിങ് ആയിട്ടുള്ള ടിഷ്യൂസിലേക്ക് ഇങ്ങനെ സ്പ്രെഡ് ചെയ്യുന്നോണ്ടിരിക്കും. മാത്രമല്ല നോർമൽ ബോഡി ഫങ്ഷൻസിനെ അന്ന് തകരാറിലാക്കുകയും ചെയ്യും അല്ലെ? ഓക്കെ, next one, normal sinus rhythm. Normal sinus rhythm. A normal heartbeat pattern usually is between 60 and 80 beats per minute in an adult. Okay, നമ്മൾ ഇന്നലെ 60 ബീറ്റ്സിൽ താഴെയുള്ള ബീറ്റ്സിനെ കുറിച്ച് ഹൃദയസ്പന്ദനത്തിനെ കുറിച്ച് പഠിച്ചു. അതിന്റെ പേരെന്താന്ന് ഓർമ്മയുണ്ടോ? അതിന് സൂചിപ്പിക്കുന്ന പേര് ബിയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. യെസ്, വെരി ഗുഡ്, ബ്രാഡികാർഡിയ അല്ലെ? ഓക്കെ, ഇതെന്തായിരിക്കും നോർമൽ സൈനസ് റിതം എന്ന് പറയുന്നത്? സാധാരണ ഹൃദയ താളമാണ് അല്ലെ? നോർമൽ ആയിട്ടുള്ള ബ്രീത്തിങ്ങിന്റെ റിതമാണെന്ത്? നോർമൽ സൈനസ് റിതം എന്ന് പറയുന്നത്. അതായത് യൂഷ്വലി ബിറ്റ്വീൻ 60 and 80 beats per minute in an adult. അതായത് എത്രയുടെ ഇടയിലാണ് ഇത് വരുന്നത്? 60 ബീറ്റ്സിനും 80 ബീറ്റ്സിനും ഇടയിൽ നിൽക്കുന്ന നോർമൽ സ്പന്ദനങ്ങളാണ് എന്ത്? ഹൃദയ താളമാണ് എന്ത്? നോർമൽ സൈനസ് റിതം എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഏറ്റവും ആരോഗ്യമുള്ള ഒരു ഹൃദയ താളമുള്ളത്, ഒരു ആരോഗ്യവാനായ ഒരു വ്യക്തിയുടെ ഹൃദയ താളമാണ് എന്ത്? ഹൃദയത്തിന്റെ ആ ഒരു സ്പന്ദനം, കൃത്യമായിട്ടുള്ള സ്പന്ദനമാണ് 60 to 80 ബീറ്റ്സിന് ഇടയിൽ വരുന്ന ആ ഹൃദയത്തിന്റെ ആ ഒരു ഹൃദയ താളാവലി ഋതം എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഹൃദയത്തിന്റെ എല്ലാ സിഗ്നൽസുകളും കൃത്യമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതിന്റെ നോർമൽ സയൻസിന്റെ ഒരു കറക്റ്റ് ബീറ്റ് മെഷർമെന്റ് ആണ് എന്താ? 60 to 80 ബീറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായോ?
Yes. Then next one, tumor. അതറിയാലോ നിങ്ങൾക്ക് ട്യൂമർ. The spelling or mass often used in relation to cancer. Tumor എന്താണ്? Tumor. Related to cancer അല്ലേ? അതെന്താണ്? ക്യാൻസറുമായി ബന്ധപ്പെട്ട് വരുന്നത്. ഓക്കെ. ട്യൂമർ രൂപപ്പെട്ടിട്ടാണ് അത് സ്പ്രെഡ് ആവാനുള്ള സാധ്യതയിലേക്ക് എത്തിച്ചേരുന്നത്. ട്യൂമർ പക്ഷെ എല്ലാ ട്യൂമേഴ്സും ക്യാൻസർ ആവണമെന്നുണ്ടോ? എല്ലാ ട്യൂമറുകളും എല്ലാം ഉണ്ടാകുന്ന മുഴകളുമില്ല. ചിലത് ചിലപ്പോ എന്തെങ്കിലും ഫ്ലൂയിഡ് അടിഞ്ഞു കൂടുന്നതോ ഫാറ്റ് മൂലമൊക്കെ വരാറുണ്ട്. ഓക്കെ. പക്ഷെ രൂപപ്പെടുന്നത് എങ്ങനെയായിരിക്കും? ഇതേപോലെ മുഴകളുടെ രൂപത്തിലായിരിക്കും രൂപപ്പെടുന്നത്. Then next one, tension pneumothorax. Pneumothorax പഠിച്ചിട്ടുണ്ടോ? ടെൻഷൻ pneumothorax പഠിച്ചിട്ടുണ്ടോ? യെസ്. എന്താണ്? സെയിം തന്നെ അല്ലേ? A collapsed leg that occurs when the air leaks into the space between the lungs and the chest wall. എന്താണ് pneumothorax എന്ന് പറയുന്നത്? നമ്മൾ പഠിച്ചിരിക്കുന്നത് എന്താണ്? ലങ്സിനും ചെസ്റ്റ് വാളിനും ഇടയിലുള്ള ഒരു ഭിത്തിയിൽ അല്ലെ എന്തടിഞ്ഞു കൂടുമ്പോഴാണ് ആ ഒരു സിറ്റുവേഷൻ ഉണ്ടാവുന്നത്? എന്തടിഞ്ഞു കൂടുമ്പോഴാണ് ആ സിറ്റുവേഷൻ ഉണ്ടാവുന്നത്? പ്ലൂറൽ സ്പേസസിൽ അല്ലെ, നെഞ്ചിന്റെ ഭിത്തിക്കും പ്ലൂറൽ കാവിറ്റിയുടെ ഇടയിലായിട്ട് എയർ തങ്ങി നിൽക്കുമ്പോഴുണ്ടാവുന്ന ഒരു സിറ്റുവേഷൻ ആണ് എന്ത്? ന്യൂമോതൊറാക്സ് എന്ന് പറയുന്നത്. ഹീമോതൊറാക്സ് മീൻസ് ബ്ലഡ് പുറത്തേക്ക് നിൽക്കുന്നതാണ് ഹീമോതൊറാക്സ്. അതായത് നമ്മുടെ ശ്വാസകോശത്തിന്റെയോ അല്ലെങ്കിൽ നെഞ്ചിന്റെയോ ഏതെങ്കിലും ഒരു ഭാഗത്ത് ദ്വാരം ഉണ്ടാവും. ഏതെങ്കിലും ഒരു ഭാഗത്ത് ദ്വാരം മീൻസ് ഏതെങ്കിലും ഹോൾ ഉണ്ടാവുന്ന സമയത്തേക്ക് എന്താണ് അതിലൂടെയാണ് ഈ വായു ഈ എയർ പ്ലൂറൽ സ്പേസസിലേക്ക് പോകുന്നത്. പ്ലൂറൽ സ്പേസസിലേക്ക് കടന്നു കയറുകയും പുറത്തേക്ക് പോകാൻ പറ്റാതെ എന്താണ് അതവിടെ തങ്ങി അവിടെ ഒരു പ്രഷർ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അത് ഏറ്റവും ക്രിട്ടിക്കൽ ആയിട്ടുള്ള സിറ്റുവേഷൻ തന്നെയാണ് കേട്ടോ. അതായത് എയർ ഇങ്ങനെ തങ്ങി നിൽക്കുന്ന സമയത്ത് എന്താണ് നോർമൽ ആയിട്ട് ആൾക്ക് ബ്രീത്ത് എടുക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ. അപ്പൊ ലൈഫ് ത്രെട്ടനിങ് മെഡിക്കൽ എമർജൻസി ആയിട്ടുള്ള ഒരു കണ്ടീഷൻ ആണ് എന്ത്? ടെൻഷൻ ന്യൂമോതൊറാക്സ് എന്ന് പറയുന്നത് കേട്ടോ. എയർ ലീക്കേജസ് എവിടെയാണ് വരുന്നത്? സ്പേസ് ബിറ്റ്വീൻ ദ ലങ്സ് ആൻഡ് ദ ചെസ്റ്റ് വാൾ. ആ ഒരു ഭാഗം അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. സ്പേസ് ബിറ്റ്വീൻ ലങ്സ് ആൻഡ് ദ ചെസ്റ്റ് വാൾ. ഓക്കെ, മനസ്സിലായോ? നെക്സ്റ്റ്, pericardial effusion. Pericardial effusion. Blood or fluid leaking into the pericardium, the sac surrounding the heart. Pericardial effusion. Pericardium എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ ഹൃദയത്തെ പൊതിഞ്ഞിരിക്കുന്നതാണ് അല്ലെ? പെരികാർഡിയം എന്ന് പറയുന്നത് ഹൃദയത്തിന് പൊതിഞ്ഞിരിക്കുന്ന ഒരു ആവരണമാണ് അല്ലെ? യെസ്. അപ്പൊ എന്തായിരിക്കും ഈ എഫ്യൂഷൻ എന്ന് സൂചിപ്പിക്കുന്നത്? കവറിംഗ് ദ ഹേർട്ട് ആണ് പെരികാർഡിയം. ഓക്കെ. എഫ്യൂഷൻ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും പെരികാർഡിയൽ എഫ്യൂഷൻ എന്ന് പറയുന്നത്? പെരികാർഡിയത്തില് സാധാരണയേക്കാൾ കൂടുതൽ എന്ത് കൂടി നിൽക്കുന്നു? ഫ്ലൂയിഡ് തിങ്ങി നിൽക്കുന്ന അവസ്ഥയാണ് എന്ത്? പെരികാർഡിയൽ എഫ്യൂഷൻ എന്ന് പറയുന്നത്. ഫ്ലൂയിഡ് കേട്ടോ, ബ്ലഡ് അല്ലെങ്കിൽ ഫ്ലൂയിഡ് തിങ്ങി നിൽക്കുന്ന, ബ്ലഡ് രക്തം അല്ലെങ്കിൽ ദ്രാവകം തിങ്ങി നിൽക്കുന്ന സിറ്റുവേഷൻ ആണ് പെരികാർഡിയൽ എഫ്യൂഷൻ എന്ന് പറയുന്നത്. ഹൃദയത്തെ പൊതിഞ്ഞിരിക്കുന്ന പെരികാർഡിയത്തില് നോർമൽ ലെവലിനേക്കാൾ കൂടുതൽ ബ്ലഡ് അല്ലെങ്കിൽ ഫ്ലൂയിഡ് തങ്ങി നിൽക്കുമ്പോൾ ഉണ്ടാവുന്ന സിറ്റുവേഷൻ ആണ്. ഓക്കെ. അപ്പൊ അവിടെ എന്താണ്? അത്തരം സിറ്റുവേഷൻസിൽ ചെസ്റ്റിന് പലതരത്തിലുള്ള ഡിഫിക്കൽട്ടീസ് ഉണ്ടാവാനുള്ള സാധ്യതയാണ്. ഓക്കെ. നെക്സ്റ്റ്, മയോകാർഡിയൽ ഇൻഫ്രാക്ഷൻ. മയോകാർഡിയൽ ഇൻഫ്രാക്ഷൻ, ഹാർട്ട് അറ്റാക്ക് അല്ലേ? Yes, when an arterial blockage or slow blood flow deprives the heart of blood, known more commonly as a heart attack. Myocardial infarctions എപ്പോഴാണ് സംഭവിക്കുന്നത്? എന്തെങ്കിലും നമ്മുടെ ഹൃദയ ധമനികളിൽ എന്തെങ്കിലും തടസ്സമോ അല്ലെങ്കിൽ ഹൃദയക്കുഴൽ ബ്ലോക്കേജസ് ഉണ്ടാവും അല്ലെ? നമ്മുടെ ഹൃദയ ധമനികളിൽ എന്തെങ്കിലും തരത്തിൽ തടസ്സമോ അല്ലെങ്കിൽ എന്താണ്
ഹൃദയത്തിനകത്തേക്ക് ആവശ്യത്തിൽ രക്തം ലഭിക്കാതിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ എന്തെങ്കിലും ബ്ലോക്കേജ് ഉണ്ടാവുന്ന സിറ്റുവേഷൻസ് ആണ് എന്ത് സംഭവിക്കുന്നത്, ഹൃദയാഘാതം അഥവാ മയോകാർഡിയൽ ഇൻഫ്രാക്ഷൻസ് ഉണ്ടാവുന്നത്. ഓക്കെ, അതിനാണ് നമ്മൾ ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്കിന് നമ്മൾ മലയാളത്തിൽ എന്താ പറയുന്നത്, ഹൃദയാഘാതം അല്ലെ, ഹൃദയാഘാതം എന്ന് പറയുന്നത്. ഓക്കെ, arterial blockages or slow blood flow അല്ലെ, ഇതാണ് രണ്ട് സിറ്റുവേഷൻ. അതിന് ബ്ലോക്കേജസോ അല്ലെങ്കിൽ ബ്ലഡ് ഫ്ലോസ് കുറയുന്ന സമയത്ത് ഹാർട്ടിലേക്ക് ആവശ്യത്തിന് അതിനുള്ള പമ്പിങ് ഇല്ലാത്ത സിറ്റുവേഷൻസിൽ ബ്ലോക്കേജസ് വരുമ്പോഴാണ് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവുന്നത്. ഓക്കെ, angina എന്താണ് angina? A disease in which narrowing of the arteries supplying the heart result in reduced blood flow and chest pain, usually a symptom of coronary artery diseases. angina എവിടെയെങ്കിലും പഠിച്ചിട്ടുണ്ടാവുമല്ലോ, ഉണ്ടോ? നമ്മുടെ ഹൃദയത്തിലേക്ക് രക്തം എത്തിക്കുന്ന ധമനികളില്ലേ, അത് ചുരുങ്ങുന്നത് പോലെയുള്ള ഒരു സിറ്റുവേഷൻ ആണ്. ഹൃദയത്തിലേക്ക് രക്തം എത്തിക്കുന്ന ഒരു കുഴലുകള് ചുരുങ്ങുന്ന സിറ്റുവേഷൻ, ധമനികളിൽ ചുരുങ്ങുന്നത് പോലെ എന്താണ്, രക്തയോട്ടം നല്ല രീതിയിൽ നടക്കില്ല അല്ലെ. ഹൃദയ ധമനികൾ ചുരുങ്ങുന്നതിനനുസരിച്ച് എന്താണ്, രക്തയോട്ടം നല്ല രീതിയിൽ അവിടെ നടക്കാൻ സാധിക്കും, ബ്ലഡ് ഫ്ലോസ് ഉണ്ടാവില്ല. അപ്പൊ അത്തരം സിറ്റുവേഷൻസിൽ എന്താണ്, ചെസ്റ്റ് പെയിൻ സ്റ്റാർട്ട് ചെയ്യും. പിന്നെ എന്താണ്, ഇത് ശരിക്കും പറഞ്ഞാല് കൊറോണറി ആർട്ടറി ഡിസീസസിന്റെ ഒരു തുടക്കമാണെന്നാണ് പറയുന്നത്. ഹൃദയധമനികൾ ചുരുങ്ങുന്നത് ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ സിറ്റുവേഷൻസ് ആണ്, സിംറ്റം ആണ്. കൊറോണറി ആർട്ടറി ഡിസീസസ് ഒക്കെ തുടങ്ങാനുള്ള ഒരു സിംറ്റം ആയിട്ടാണ് ഈ ആൻജിനയെ പറയുന്നത് കേട്ടോ. അതൊരു ഡിസീസസ് കണ്ടീഷൻ ആണ്. എന്താണ് സിറ്റുവേഷൻ, ഹൃദയത്തിലേക്ക് രക്തം എത്തിക്കുന്ന ധമനികൾ ചുരുങ്ങുന്നത് മൂലമാണ് ഈ ഒരു അവസ്ഥ ഉണ്ടാവുന്നത്. ഓക്കെ, ശരിക്കും അത് എന്തിന്റെ സിംറ്റം ആണ്, കൊറോണറി ആർട്ടറി ഡിസീസസിന്റെ സിംറ്റം ആയിട്ടാണ് നമ്മൾ അതിനെ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, മനസ്സിലായ പിള്ളേരെ ആൻജിന? Okay. Next one, cerebrovascular accident. Cerebrovascular accident, CVA, commonly called as stroke, occurs when the brain is deprived of blood and oxygen by either a blockage or other rupture of a blood vessels. ഇതാണ് CVA എന്ന് പറയുന്നത്. C for cerebrovascular accident. ഓക്കെ, ഓരോ ലെറ്റേഴ്സ് ഓരോന്ന് പഠിക്കണം കേട്ടോ. സി എന്തിനെ സൂചിപ്പിക്കുന്നത്, സെറിബ്രോ, ബി വെസ്കുലർ, എ ഫോർ ആക്സിഡന്റ്. എന്ത് സിറ്റുവേഷൻ ആണിത്? ഇതും അതേപോലെ തന്നെ നമ്മുടെ രക്തക്കുഴലുകൾക്ക് എന്തെങ്കിലും തടസ്സമോ രക്തക്കുഴൽ പൊട്ടിപ്പോകുകയോ ഉണ്ടാവുന്ന സിറ്റുവേഷൻസിൽ എന്താണ്, തലച്ചോറിനകത്തേക്ക് രക്തവും അല്ലെങ്കിൽ എന്താണ് നമ്മളുടെ എന്ത് ലഭിക്കാത്ത സിറ്റുവേഷൻ ആണ്, എന്ത് ചെക്കില്ല, ബ്രെയിനകത്തേക്ക് എന്ത് എത്തില്ല, രക്തക്കുഴല് പൊട്ടിപ്പോകുന്ന സമയത്ത് ബ്രെയിനിലേക്ക് രക്തത്തിൽ അതിനൊപ്പം തന്നെ ഓക്സിജൻ കിട്ടാത്ത ഒരു സിറ്റുവേഷൻ ആണ് അല്ലെ. യെസ്, ഓക്സിജൻ ആൻഡ് ബ്ലഡ് അവിടെ ലഭിക്കാതെ വരുമ്പോഴാണ് എന്തുണ്ടാവുന്നത്, സെറിബ്രോവാസ്കുലർ ആക്സിഡന്റ്സ് ഉണ്ടാവുന്നത്. ഓക്കെ, മനസ്സിലായോ? രക്തക്കുഴലുകളുടെ തടസ്സമോ അല്ലെങ്കിൽ രക്തക്കുഴൽ പൊട്ടിപ്പോകുന്ന സമയത്തേക്ക് ബ്രെയിനിലേക്ക് രക്തമോ ഓക്സിജനോ കിട്ടാണ്ടാവുമ്പോൾ ഉണ്ടാവുന്ന സിറ്റുവേഷൻ ആണ് CVA അഥവാ സെറിബ്രോവാസ്കുലർ ആക്സിഡന്റ് എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായോ? യെസ്. നെക്സ്റ്റ്, ഇത് പഠിച്ചിട്ടുണ്ടല്ലോ, നമ്മള് പഠിച്ചിട്ടില്ലേ, സെപ്സിസ്. എന്താണ് സെപ്സിസ്? എന്താണ് സെപ്സിസ്? എന്താണ് ഇത്? അടിയന്തരമായിട്ട് ചികിത്സ ലഭിക്കേണ്ട ഒരു സിറ്റുവേഷൻസ് തന്നെയാണ്. എന്ത് തരം ബുദ്ധിമുട്ടാണ് സെപ്സിസ് എന്ന് പറയുന്നത്? സീരിയസ് കണ്ടീഷൻ കോസ് ദ ബോഡീസ് റെസ്പോണ്ട് ടു സിവിയർ ഇൻഫെക്ഷൻ അല്ലെ. occur when the body's infection fighting response get out of balance and can lead to severe issues like organ failure. ഇൻഫെക്ഷൻ മൂലം ഉണ്ടാകുന്നതാണ് സെപ്സിസ് എന്ന് പറയുന്നത്. അതായത് അണുബാധയോടുള്ള ശരീരത്തിന്റെ അമിതമായിട്ടുള്ള ഒരു പ്രതികരണമാണ് ശരിക്കും പറഞ്ഞാൽ അല്ലെ. യെസ്, അതായത് ഇത് ശരിക്കും പറഞ്ഞാൽ എന്തിനാണ് കാരണമാകുന്നത്? ഈ ഇൻഫെക്ഷൻ ഉണ്ടായി കഴിഞ്ഞാല്
ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും ഇത് പടരുകയും ഏതെങ്കിലും തരത്തിലെ ഓർഗൻസിന് ഫെയിലറുകൾ സംഭവിക്കാനായിട്ടും ഇത് കാരണമായേക്കാം അല്ലെ. അതായത് നമ്മള് ഈ ഇൻഫെക്ഷൻ വരാനുള്ള കാരണം എന്ന് വെച്ചാൽ എന്താണ്, ബാക്ടീരിയ അല്ലെങ്കിൽ വൈറസ്, ഫംഗസ് തുടങ്ങിയ ഇത്തരം ഇതിൽ നിന്നും എന്താണ് സൂക്ഷ്മാണുക്കളിൽ നിന്ന് എന്ത് സംഭവിക്കുന്നു, ഇത്തരം അണുക്കൾ മൂലമാണ് ഈ ഒരു ഇൻഫെക്ഷൻ രൂപപ്പെടുന്നത്. ഓക്കെ, ബാക്ടീരിയ, വൈറസ്, ഫംഗസ് എന്നിവയിൽ നിന്നുണ്ടാകുന്ന ആ ഒരു അണുക്കൾ മൂലമാണ് ഈ ഒരു ഇൻഫെക്ഷൻ ഉണ്ടാവുന്നത്. അത് ഉണ്ടാവുന്നതിനനുസരിച്ച് ശരീരത്തിന്റെ എല്ലാ ഭാഗത്തിലേക്ക് എന്താണ് രക്തത്തിലൂടെ നല്ല രീതിയിൽ അത് പടരുന്നു. അതോടൊപ്പം തന്നെ ഓർഗൻ ഫെയിലിയറിന് വരെ കാരണമായേക്കാം, ചില സാഹചര്യത്തില് മരണകാരണം വരെ ആയേക്കാം. ഓക്കെ, മനസ്സിലായോ? സെപ്സിസ് എന്താണ്? സെപ്സിസ് നമ്മൾ എവിടെയാണ് പഠിച്ചിരിക്കുന്നത്? ഓപ്പറേഷൻ തിയേറ്ററായിട്ട് പഠിച്ചിട്ടുണ്ട്. യെസ്, ഇപ്പൊ ഏതൊക്കെയാ പഠിച്ചത്? ആർട്ടീരിയൽ ഫൈബ്രിലേഷൻ, ഹൈപ്പർ ടെൻഷൻ, ഹൈപ്പോടെൻഷൻ. ഇത് രണ്ടും ഒന്ന് നോട്ട് ചെയ്യണം കേട്ടോ, ഇപ്പോഴും ചോദിക്കാറുണ്ടത്. ഹൈപ്പർ ടെൻഷനും ഹൈപ്പർ എന്താണ്? ഹൈ ബ്ലഡ് പ്രഷർ, ഹൈപ്പോ ലോ ബ്ലഡ് പ്രഷർ അല്ലേ. ഇസ്കീമിയ എന്താണ്? ഇസ്കീമിയ എന്ന് പറയുന്നത് എന്താണ്? എന്ത് സിറ്റുവേഷൻ ആണ് ഇസ്കീമിയ? ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്തേക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും അവയവത്തിലേക്കോ എന്തില്ലാതിന്റെ അവസ്ഥയാണ്, രക്തം കുറയുന്നതിന്റെ ഒരു അവസ്ഥയാണ് എന്ത്? ലാക്ക് ഓഫ് ബ്ലഡ് ആണ്. Then malignant, ക്യാൻസർ, നോർമൽ സൈനസ് ഋതത്തിന്റെ ആ റേഞ്ച് പഠിക്കണം കേട്ടോ. നോർമൽ സൈനസ് ഋതത്തിന്റെ മെയിൻ റേഞ്ച് എത്രയാണ്? ബിറ്റ്വീൻ 60 and 80 beats. അതാണ് നമ്മുടെ സാധാരണ ഹൃദയ താളം എന്ന് പറയുന്നത്. ഓക്കെ, ട്യൂമർ, ടെൻഷൻ ന്യൂമോതൊറാക്സ്, പെരികാർഡിയൽ എഫ്യൂഷൻ, മയോകാർഡിയൽ ഇൻഫ്രാക്ഷൻ, angina, cerebrovascular accident, CVA, then sepsis. Okay. ഇത്രയും ഓക്കെ ആണല്ലോ? ക്ലിയർ ആണല്ലോ? ഇതെല്ലാം തന്നെ എന്തായിരുന്നു നമ്മൾ പഠിച്ചത്? മെഡിക്കൽ ടേംസ് ഫോർ കണ്ടീഷൻസ് ആൻഡ് ഡിസീസസിന്റെ പേരുകളാണ്, ആ ടേംസുകളാണ് പഠിച്ചത്. ഇത്രയാണ് അത് പഠിക്കാനുള്ളത്. അത് കഴിഞ്ഞു. ഇനി നമ്മൾ പഠിക്കുന്നത് ടൂൾസ് ആൻഡ് എക്യുപ്മെന്റ് ആൻഡ് മെഡിക്കേഷൻസ് ടേംസ്. ഇതിലെ ടൂൾസും എക്യുപ്മെന്റ്സും മെഡിക്കേഷൻ ടേംസ് ഒക്കെ ഏതൊക്കെയാണെന്നാണ് പഠിക്കുന്നത് കേട്ടോ. ഓക്കെ, ഫസ്റ്റ് വൺ എന്താണ്? എൻഡോസ്കോപ്പ്. A long flexible tube with its own special lighting and camera used to look into the body. There are many specific kinds of endoscopes. Endoscope, കേട്ടിട്ടുണ്ടാവും endoscopy. ഇങ്ങനെയാണ് അത് ചെയ്യുന്നത്. ഒരു ലോങ് ഫ്ലെക്സിബിൾ ട്യൂബ് ആണ് അല്ലെ. എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മൾ എന്ത് ഒബ്സർവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്? നമ്മുടെ ശരീരത്തിനുള്ളിലുള്ള അവയവങ്ങളുടെ ഒബ്സർവേഷൻസ് ആണ് അല്ലെ. ശരീരത്തിനുള്ളിലുള്ള അവയവങ്ങളുടെ ഒബ്സർവേഷൻസ് ആണ്. ഇന്നർ പാർട്ടില് നമ്മളൊരു ഇന്നർ ആയിട്ടുള്ള ട്യൂബ്, ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു ലോങ് ട്യൂബ് ഇട്ടതിന് ശേഷം എന്താണ് പരിശോധിക്കുന്ന ഒരു വൈദ്യ പരിശോധനയാണ്. ചിലപ്പോൾ ചെറിയ മുറിവുകളിലൂടെ ഇത് നമ്മൾ നടത്തപ്പെടാറുണ്ട് അല്ലെ. എൻഡോസ്കോപ്പീസ് സാധാരണ നോർമലി ചിലപ്പോൾ എന്താണ് എൻഡോസ്കോപ്പ് ചെയ്യുമ്പോൾ വായിലൂടെ കടത്തിവിടാൻ, അതേപോലെ തന്നെ മലദ്വാരത്തിലൂടെ, രണ്ട് രീതിയിൽ നമ്മൾ ചെയ്യാറുണ്ട്. പിന്നെ ചെറിയ മുറിവുകളിലൂടെയും ചെറിയ രീതിയിലുള്ള ക്യാമറയൊക്കെ ഉള്ളില് ക്യാമറ അസിസ്റ്റിന്റെ അടിസ്ഥാനത്തിലാണ് അത് ക്യാമറ ഫിറ്റ് ചെയ്തിട്ടാണ് നമ്മളിത് അതിന്റെ മാഗ്നസും കാര്യങ്ങളൊക്കെ എടുക്കുന്നത് ഇന്ന് ബോഡി പാർട്സിന് കേട്ടോ. യെസ്, എപ്പോഴൊക്കെയാണ് നമ്മൾ എൻഡോസ്കോപ്പ് ചെയ്യുന്നത്? എന്തൊക്കെ സിറ്റുവേഷനിലാണ്? ഞാൻ നടന്ന ലൊക്കേഷനിൽ കളക്ഷനിലാണ് ടൈപ്പ് ചെയ്തിരുന്നോ? എൻഡോസ്കോപ്പി ചെയ്യുന്ന എപ്പോഴാണ്? ക്യാൻസറിനെ എൻഡോസ്കോപ്പി ചെയ്യോ?
ഗ്യാസ്ട്രിക് ആയിട്ടുള്ള എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ചെയ്യാറുണ്ടോ? ഗ്യാസ്ട്രിക് ചെയ്യാറുണ്ട്. ഓക്കെ, അതായത് ഉദര സംബന്ധമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യും. ഓക്കെ, യെസ്, വാട്ടർ. നെക്സ്റ്റ്, എൻഡോസ്കോപ്പി എന്താണെന്ന് മനസ്സിലായാലോ? നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിലെ ഭാഗങ്ങൾ ഒബ്സർവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ചെറിയ ക്യാമറ റിസോഴ്സസ് ഒക്കെ കടത്തി വെച്ചിട്ടാണ് എൻഡോസ്കോപ്പി പ്രൊസീജിയേഴ്സ് ചെയ്യുന്നത്. ഓക്കെ, ക്യാമറാസും ലൈറ്റ് റിസോഴ്സും ചെറിയ മുറിവുകളിലൂടെ കടത്തി വിട്ടിട്ടാണ് ആ ഒരു പ്രൊസീജിയേഴ്സ്. പെയിൻ ഫ്രീ ആയിട്ടുള്ള പ്രൊസീജിയർ ആണ് അല്ലെ? പെയിൻ ഫ്രീ അല്ലേ? അധികം പെയിൻ ഉണ്ട് അതിന്? ഇല്ല. അതേപോലെ തന്നെ ഈസി റിക്കവറി ആയിട്ടുള്ള പ്രൊസീജിയേഴ്സ് ആണ് ഇതെല്ലാം. നെക്സ്റ്റ് വൺ എന്താണ്? ഫോളെ. An indwelling catheter, a thin flexible tube inserted into the urethra to drain the bladder. എന്താണ് ഫോളെ? ഇത് കേട്ടിട്ടുണ്ടോ എന്ന് അറിയില്ല, ആദ്യമായിട്ടായിരിക്കുമല്ലോ അല്ലെ? അതായത് നമ്മുടെ മൂത്രസഞ്ചിയുടെ ഉൾഭാഗത്തായിട്ട് ഒരു കത്തീറ്റർ നമ്മൾ കടത്തി വിട്ടതിന് ശേഷം, അത് എന്തിനു വേണ്ടിയിട്ടാണ് ഈ കത്തീറ്റർ കടത്തി വിടുന്നത്? ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു കത്തീറ്റർ, ഒരു ട്യൂബ് നമ്മൾ കടത്തി വിട്ടതിന് ശേഷം മൂത്രസഞ്ചിയിൽ കെട്ടി നിൽക്കുന്ന വെള്ളമില്ലേ, മൂത്രസഞ്ചിയിലേക്ക് കെട്ടി നിൽക്കുന്ന വെള്ളത്തിന് പുറത്തേക്ക്, അതായത് മൂത്രനാളിയിൽ നിന്ന് ഒരു ട്യൂബ് ഉപയോഗിച്ചുകൊണ്ട് പുറത്തേക്ക് കൊണ്ടുവരാൻ ഉപയോഗിക്കുന്ന ഒരു പ്രൊസീജിയർ ആണ് കേട്ടോ. അതായത് ഇപ്പൊ ചിലവരിൽ ഇങ്ങനെ അത് പല കാരണം ഇപ്പൊ ഏജ്ഡ് ആയിട്ടുള്ളവർക്ക് സംഭവിക്കാറുണ്ട്. മൂത്രം കെട്ടി നിൽക്കുന്ന സിറ്റുവേഷൻ ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് അതിനെ പുറത്തേക്ക് തള്ളുന്നതിന് വേണ്ടി, പുറത്തേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു, പ്രത്യേകിച്ച് മൂത്രസഞ്ചിയിൽ നിന്ന് ആ വെള്ളം പുറത്തേക്ക് വരാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പ്രൊസീജിയർ ആണ്. ഓക്കെ, അത് കത്തീറ്റർ ഉപയോഗിച്ചിട്ടാണ് അതിന്റെ ഉൾവശത്ത് നമ്മളത് വലിച്ചെടുക്കുന്നത്. ഓക്കെ, ഇതാണ് ഫോളെ എന്ന് പറയുന്നത് കേട്ടോ. ഫോളെ ഇങ്ങനെയാണ് പ്രൊനൗൺസിയേഷൻ. നമ്മളിത് മൂത്രനാളിയിൽ ഇങ്ങനെ തിരികെ വെച്ചിരിക്കുന്ന ഒരു തിൻ ആയിട്ടുള്ള ഒരു ട്യൂബാണ്. ഏറ്റവും കനക്ക് പറഞ്ഞിട്ടുള്ള ഒരു ട്യൂബ് ആയിരിക്കും. അത് ഉപയോഗിച്ചിട്ടാണ് ഇത് പുറത്തേക്ക് തള്ളുന്നത്. ഓക്കെ, യെസ്. നെക്സ്റ്റ് വൺ, fluoroscope. An X-ray machine can be used for still images or in motion like an animation created by X-ray images. Fluoroscope എന്താണ്? An X-ray machine can be used for still images or in motion like an animation created by X-ray images. എന്തായിരിക്കും ഫ്ലൂറോസ്കോപ്പ് എന്ന് പറയുന്നത്? എന്തെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ഉപയോഗിക്കുന്നത്? ചലിക്കുന്ന ഇമാജസിന്റെ ചിത്രങ്ങൾ അല്ലെ? അതായത് എന്തിന്റെ സാന്നിധ്യത്തോടു കൂടിയും നമ്മുടെ ശരീരകലകള്, ടിഷ്യൂസ് അതൊക്കെ എടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മള് ശരീരത്തിന്റെ ഉൾഭാഗത്തുള്ള ചലിക്കുന്ന ചിത്രങ്ങൾസ് എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു എന്താണ് എടുക്കാനായിട്ട് ഇമാജിൻ പ്രക്രിയയാണ് എന്ത്? ഫ്ലൂറോസ്കോപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, X-ray machine can be used for still images or in motion like an animation created by X-ray images. Okay. Yes. എന്ത് ടെക്നിക്സിലായിരിക്കും ഇതൊക്കെ വരുന്നത്? ഫ്ലൂറോസ്കോപ്പ് ഒക്കെ ഇമാജിനറി ടെക്നിക്സിന്റെ കാറ്റഗറീസ് വരുന്നത് കേട്ടോ. മെഡിക്കൽ ഇമാജിൻ ടെക്നിക്സിന്റെ കാറ്റഗറിയിൽ വരുന്നതാണ് ഫ്ലൂറോസ്കോപ്പ്. മെഡിക്കൽ ഇമാജിൻ ടെക്നിക്സ് വേറെ ഏതൊക്കെയാണ്? എക്സ്റേ, MRI, CT, ultrasound. Okay. Next one, stethoscope. ഇതിന് ഉപയോഗിക്കുന്നതാണ് stethoscope. A small instrument used for listening to a patient's breathing and heartbeat. Stethoscope നമ്മൾ എന്താ ഉപയോഗിക്കുന്നത്? ഇതിനാണ് ഉപയോഗിക്കുന്നത് stethoscope. Patient listening to a patient's heartbeat കേൾക്കുന്നതിന് വേണ്ടി അല്ലെ, ഹാർട്ട് ബീറ്റ് മെഷർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. നെക്സ്റ്റ് വൺ അറിയാലോ, ഇൻട്രാവേനസ് IV അറിയാലോ. Indicates medication or fluid given through the vein. ഇൻട്രാവേനസ് IV എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്? IV ഇൻട്രാവേനസ്. IV എന്താണ്? നമ്മുടെ വെയിനിലൂടെ തിൻ ട്യൂബ് കടത്തി വിട്ടിട്ടുള്ള പ്രൊസീജിയർ ആണ് അല്ലെ? യെസ്, വെയിൻ ഇഞ്ചക്ഷൻ ആണ് IV, ഇൻട്രാവേനസ്. എപ്പിഡ്യൂറൽ
epidural anesthesia കേട്ടിട്ടുണ്ടാവല്ലോ. epidural, an injection of a local anesthetic to the lumbar level of the spine. lumbar എന്ന് വെച്ചാൽ നമ്മുടെ അരക്കെട്ടാണ് കേട്ടോ. അരക്കെട്ട് എന്നൊക്കെ പറയുന്നത്. ഓക്കെ. lumbar level of the spine often used to relieve pain during labor. epidural. എന്താണ് epidural എന്ന് പറയുന്നത്? നമ്മള് ശരിക്കും പറഞ്ഞ ഡെലിവറി ടൈമിലെ പെയിൻ റിലീഫ് ഒക്കെ പോലെയാണ് പെയിൻ റിലീഫ് എന്ന് പറഞ്ഞിട്ടാണ് ഇത് കൊടുക്കുന്നത്. അതായത് നമ്മള് ഈ മരുന്ന് എപ്പിഡ്യൂറൽ കൊടുക്കുന്ന സമയത്ത് അനസ്തോളജിസ്റ്റുകളാണ് ഇത് കൊടുക്കുന്നത് അല്ലെ. നമുക്കറിയാലോ നട്ടല് വളച്ചിട്ടാണ് ചെയ്യുന്നതെന്ന്. ചെയ്തവർക്ക് അറിയാൻ പറ്റും. ഓക്കെ. അത് കൊടുക്കുന്ന സമയം ഈ മരുന്ന് കൊടുക്കുന്ന സമയത്ത് അവിടെ എന്ത് സംഭവിക്കും? അപ്പോ നമ്മുടെ സുഷുമ്നാ നാഡിയിലേക്കും അല്ലെങ്കിൽ തലച്ചോറിലേക്കും പോകുന്ന വേദനകളുടെ അല്ല വേദനകളുടെ ഒക്കെ പെയിൻ സിഗ്നലുകൾ എന്താണ് നോർമൽ പെയിൻ കുറയ്ക്കും അല്ലെങ്കിൽ മരുന്ന് അങ്ങോട്ട് ചെല്ലുന്നതിനനുസരിച്ചിട്ട്. ഓക്കെ. എന്നിട്ടാണ് നമ്മൾ ആ പ്രൊസീജിയേഴ്സ് പ്രത്യേകിച്ച് ലേബർ പേഷ്യൻസിനൊക്കെ ഈ സമയത്ത് എപ്പിഡ്യൂറൽ അനസ്തേഷ്യ കിട്ടിയിട്ടുണ്ടോ? ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ എപ്പിഡ്യൂറൽ അനസ്തേഷ്യ? നിങ്ങളുണ്ട്. Next one, sublingual. Sublingual meaning below the tongue, typically seen with the medication that is administered by dissolving it under the patient's tongue. Sublingual എന്ന് പറഞ്ഞാല് നമ്മള് ഈ നാക്കിനടിയിൽ മരുന്ന് വെക്കില്ലേ? നാക്കിനടിയിലായിട്ട് തങ്ങിനടിയിലായിട്ട് അറിയാമോ? ചില മരുന്നുകൾ അലിയിപ്പിച്ച് കഴിക്കാൻ പറ്റുന്ന ഉപയോഗിക്കുന്നതിനാണ് സബ്ലിങ്കൽ എന്ന് പറയുന്നത് കേട്ടോ. യെസ്, അതാണ് സബ്ലിംഗസ് എന്ന് പറയുന്നത്. ബിലോ ദ ടങ്. മീനിങ് എന്ന് പറയുന്നത് എന്താണ്? ബിലോ ദ ടങ്, നാക്കിനടിയിലായിട്ടുള്ള മെഡിക്കേഷൻസ്. ചിലത് വെക്കുന്നതിന് അലിഞ്ഞു പോകുന്ന മെഡിക്കേഷൻസ് ഉണ്ട്, അതിന് വേണ്ടിയിട്ട് കൊടുക്കുന്നതാണ്. ഓക്കെ. ദെൻ നോക്ടെ. നോക്ടെ എന്താണ്? ലാറ്റിൻ ഫോർ. ഇതൊരു ഇനി പഠിക്കുന്ന ബാക്കിയുള്ള വാക്കുകള് കുറച്ച് ലാറ്റിൻ വാക്കുകളാണ് കേട്ടോ നമ്മൾ പഠിക്കുന്നത്. ലാറ്റിൻ ആയിട്ടുള്ള കുറച്ച് വാക്കുകളാണ്. അതിൽ ആദ്യത്തെ എന്താണ്? നോക്ടെ. എന്താണ്? Latin for at night, typically in reference to when medication should be administered. Nocte എന്ന് പറയുന്നത് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? Nocte എന്തിനെ സൂചിപ്പിക്കുന്നു? At night, typically in reference when medication should be administered. എന്ന് പറഞ്ഞാൽ എന്താണ്? സാധാരണയായിട്ട് മരുന്ന് നമ്മൾ എപ്പോഴൊക്കെ നൽകണം എന്നതിനെ സൂചിപ്പിക്കുന്ന വാക്കാണ് എന്ത്? നോക്ടെ എന്ന് പറയുന്നത് കേട്ടോ. നോക്ടെ നൈറ്റ്. നൈറ്റ് റിലേറ്റഡ് ആണ്. നൈറ്റ്. നൈറ്റ് എന്താണ്? രാത്രി. ഓക്കെ. യെസ്. Then mane. Mane. Mane എന്താണ്? Latin for the morning. Latin for the morning. ഇപ്പൊ നോക്ടെ എന്ന് പറയുന്നത് എന്തിനാണ് സൂചിപ്പിക്കുന്നത്? രാത്രിയാണ് അല്ലെ. നൈറ്റ്. മാനെ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ലാറ്റിൻ വേർഡ് മോർണിംഗ്. ടിപ്പിക്കലി ഇൻ റെഫറൻസ് ടു വെൻ ദ മെഡിക്കേഷൻസ് ഷുഡ് ബി അഡ്മിനിസ്ട്രേറ്റഡ്. എന്താണ്? നമ്മൾ മോർണിംഗിൽ സാധാരണമായിട്ട് മരുന്ന് എപ്പോഴാണ് കൊടുക്കുന്നത് എന്നുള്ളൊരു മീനിങ് കേട്ടോ. ഓക്കെ. നോക്ടെ മാനെ മാറിപ്പോയത്. നോക്ടെ നൈറ്റ്, മാനെ മോർണിംഗ്. രണ്ടും ലാറ്റിൻ വേർഡ്സ് ആണ് കേട്ടോ. അടുത്തത് ഓഡി. ഓഡി. When referring to medication instructions once daily. ഓഡി എന്താണ്? When referring to medication instructions ആണ്. once daily എന്ന് പറയുന്നത് നമ്മൾ ദിവസത്തിൽ ഒരിക്കൽ, ദിവസേന ഒരിക്കൽ എന്നൊക്കെ പറയില്ലേ? ഇതാണ്. ഓക്കെ. once daily. Then ഡെയിലി ഒന്നാണ്, ദിവസത്തിൽ ഒന്നാണ്. നെക്സ്റ്റ് BDS. ലാറ്റിൻ വേർഡ് എന്താണ്? ബൈസ്റ്റേ സുമന്തം. ബൈസ്റ്റേ സുമന്തം എന്നാണ് വായിക്കുന്നത്. ലാറ്റിൻ വേർഡ് ആണ് കേട്ടോ. എന്താണ് അതിന്റെ അർത്ഥം? എന്താണ് മീനിങ്? ടേക്ക് 2 times per day. 2 times per day അല്ലെ. എന്താണ്? ദിവസത്തില് 2 പ്രാവശ്യം അല്ലെ. ഓക്കെ. Then TDS. TDS എന്തായിരിക്കും? ടർഡൈസുമന്തം. ടർഡൈസുമന്തം മീനിങ് 3 times per day. ദിവസത്തില് ഒരു ദിവസം 3 തവണ. ദിവസം 3 തവണ അല്ലെ. 3 times.
Yes. Then QDS. QDS, Latin, quarter disumentum. Quarter disumentum. Meaning in the take 4 times per day. 4 times. 4 times. 4 Okay. PRN, Latin, prorenata. Prorenata or take as needed. ആവശ്യാനുസരണം എന്ന് പറയില്ലേ? ആവശ്യാനുസരണം എടുക്കുക. Okay. Then PR, Latin word, per rectum, to be taken rectally. Per rectum, to be taken rectally. ഇതായിരിക്കും മലദ്വാരത്തിലൂടെ എടുക്കുന്ന മെഡിസിൻസ് കേട്ടോ. ഇപ്പൊ സപ്പോസിറ്ററി ഒക്കെ വെക്കില്ലേ നമ്മള്? സപ്പോസിറ്ററി അറിയാലോ നിങ്ങൾക്ക്? നിങ്ങൾക്ക് പനി കൂടുന്ന സമയത്ത് പെട്ടെന്ന് പനി കുറയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് അല്ലെ സപ്പോസിറ്ററി. ഓക്കെ. PR എന്തിനെ സൂചിപ്പിക്കുന്നു? മലദ്വാരത്തിൽ എടുക്കുന്നത്. ഓക്കെ. റെക്റ്റം. പെട്ടെന്ന് പനി കുറയാൻ വേണ്ടിയിട്ട് നമ്മൾ കുഞ്ഞുങ്ങളിലും മലദ്വാരത്തിലൂടെയാണ് സപ്പോസിറ്ററി എന്ന് പറഞ്ഞൊരു, ശരിക്കും പറഞ്ഞൊരു ട്യൂബ് പോലത്തെ ഒരു ഗുളികയാണ്. അത് മലദ്വാരത്തിൽ വെച്ച് കൊടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ കുഞ്ഞുങ്ങൾക്ക് പനി കുറയും. എമർജൻസി റൂമിലൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്. P എന്താണ്? Latin, per orem, to be taken by mouth or orally. എന്താണ് PO എന്ന് പറയുന്നത്? ഓറം. നമ്മുടെ വായിലൂടെ കഴിക്കുക അല്ലെ? ഓർലി, മൗത്ത് ഓർ ഓർലി. Then IV push. IV push, a direct rapid injection of medication delivered intravenously. IV push എന്താണ്? IV push എന്താണ്? ഡയറക്റ്റ് റാപ്പിഡ് ഇഞ്ചക്ഷൻ അല്ലെ? മെഡിക്കേഷൻ ഡെലിവേർഡ് ഇൻട്രാവെൻസ്. നമ്മള് എന്താണ് IV-യിലൂടെ എന്ത് കൊടുക്കുന്നുണ്ട്? റാപ്പിഡ് ആയിട്ട് ഇഞ്ചക്ഷൻ മെഡിക്കേഷൻസ് ഡെലിവർ ചെയ്യുന്ന പ്രൊസീജിയറാണ് IV പുഷ് പറയുന്നത് അല്ലെ? IV കാനുല എന്ന് പറയും. NS എന്താണ്? നോർമൽ സലൈൻ. നോർമൽ സലൈൻ അല്ലെങ്കിൽ നോർമൽ ഉപ്പ് വെള്ളം അല്ലെ? മിക്സ്ചർ ഓഫ് സോൾട്ട് ആൻഡ് വാട്ടർ സിമിലർ ടു വാട്ട്സ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ ബോഡി. ഇതാണ് നോർമൽ സലൈൻ എന്ന് പറയുന്നത്. നമ്മുടെ ശരിക്കും സോഡിയം ക്ലോറൈഡ് സൊല്യൂഷൻ ആണ് അല്ലേ? അത് ഇതിനു വേണ്ടിയാണ് നമ്മളിത് ഉപയോഗിക്കുന്നത്. ശരീരത്തിൽ എന്ത് നിർജ്ജലീകരണോ അങ്ങനെ അല്ലേ? നാസൽ ഡ്രോപ്സ് ആയിട്ട് ഉപയോഗിക്കാറുണ്ട്. അതേപോലെ തന്നെ എന്താണ് ഡീഹൈഡ്രേഷൻ ഉണ്ടാവുന്ന സിറ്റുവേഷൻസിൽ, അതേപോലെ തന്നെ എന്തെങ്കിലും മുറിവുകൾ പരിഹരിക്കുന്നതിന്, പിന്നെ എന്താണ് എന്തെങ്കിലുമൊക്കെ കഴുകാനും അല്ലെങ്കിൽ മറ്റു മരുന്നുകളിലേക്ക് നീർപ്പിക്കാനൊക്കെ വേണ്ടി അല്ലെ? നീർപ്പിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാനായിട്ട് നമ്മൾ നോർമൽ സലൈൻസ് ഉപയോഗിക്കാറുണ്ട്. ഓക്കെ. അപ്പൊ അത്രയുമാണ് എന്താ ടൂൾസ് ആൻഡ് എക്യുപ്മെന്റ്സ് ആൻഡ് മെഡിക്കേഷൻ ടേംസ് എന്ന് പറയുന്നത്. കുറച്ച് ടൂൾസും വരുന്നുണ്ട്, എക്യുപ്മെന്റ്സ് ഉണ്ട് ഇതില്, മെഡിക്കേഷൻ ടേംസും ഇതില് പറയുന്നുണ്ട്. അങ്ങനെ ഏതാണ് നമ്മൾ പഠിച്ചത്? എൻഡോസ്കോപ്പ്, ഫോളെ, ഫ്ലൂറോസ്കോപ്പ്, സ്റ്റെതസ്കോപ്പ്, ഇൻട്രാവേനസ്, എപ്പിഡ്യൂറൽ, സബ്ലിംഗ്വൽ, നോക്ടെ, മാനെ, ഓഡി. ഈ ഭാഗങ്ങൾ നിങ്ങൾക്ക് അറിയാത്തുണ്ടെങ്കിൽ ആ പേരുകളൊന്ന് നോക്കണം കേട്ടോ. എല്ലാം ലാറ്റിൻ വേർഡ്സ് ആണ്. നോക്ടെ മുതല് മാനെ, ഓഡി, BBS, TDS, ഇതെല്ലാം ദിവസത്തിൽ എത്ര തവണ, എത്ര ടൈംസ് എന്ന് സൂചിപ്പിക്കുന്നത് തന്നെയാണ്. പിന്നെ നോക്ടെ എന്തിനാണ്? നൈറ്റും മാനെ മോർണിംഗും ആണ് സൂചിപ്പിക്കുന്നത് കേട്ടോ. QDS, ക്വാർട്ടർ ഡൈസുമെന്റ് എന്ന് വെച്ചാല് ക്വാർട്ടർ എന്ന് പറയുമ്പോൾ എന്താണ്? 4 ടൈംസ് ആണ്. ടർഡൈൻ ഉദ്ദേശിക്കുന്നത് 3. ബൈസ് ഡൈ എന്ന് പറയുന്നത് എന്താണ്? 2 ടൈംസ്. ഓക്കെ. Then IV push, then NS. NS means എന്താണ്? നോർമൽ സലൈൻ കേട്ടോ. NS തന്നെ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? നോർമൽ സലൈൻ ആണ് കേട്ടോ. ഓക്കെ. ഒന്ന് വായിച്ചു നോക്കാം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം.
പിള്ളേരെ ഓക്കെ ആണോ? ഓക്കെ. മെഡിക്കൽ ജാർഗനും സ്ലാങ് ഒക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. പിന്നെ ഓർഗനൈസേഷൻ ബിഹേവിയർ എവിടെ വരെ എടുത്തിട്ടുണ്ടെന്ന് അറിയാമോ? ഓർഗനൈസേഷൻ ബിഹേവിയർ പോലെ പേഴ്സണാലിറ്റി ഒക്കെ കഴിഞ്ഞോ? പേഴ്സണാലിറ്റി തുടങ്ങിയോ? ലേണിംഗ് തിയറീസ് കഴിഞ്ഞോ? ലേണിംഗ് തിയറീസ്, കമ്പോണൻസ്, പേഴ്സണാലിറ്റിയുടെ കമ്പോണൻസ് ആണോ? ആ ഓക്കെ. അപ്പൊ നിങ്ങള് തിയറീസുകളൊക്കെ പഠിച്ചു തുടങ്ങിയോ? ചോദിക്കട്ടെ, മറ്റേ ക്ലാസിക്കൽ കണ്ടീഷൻ തിയറി ഒക്കെ പഠിച്ചോ? ഇവാൻ പാവലോവിന്റെ ഇല്ല, പഠിച്ചിട്ടില്ല, ഇവിടെ നിർത്തിയിട്ടില്ല. ടൈപ്പ് എ ടൈപ്പ് ബി പേഴ്സണാലിറ്റി ഒക്കെ പഠിച്ചിട്ടുണ്ടാവല്ലോ. ശരി. കഴിഞ്ഞ ദിവസം ഇതിന്റെ കമ്പോണൻസ് വരെ ആണ് നമ്മൾ ഇതിന്റെ കഴിഞ്ഞ ദിവസം മോക്ക് ടെസ്റ്റ് ഇട്ടുണ്ടായി ജനറൽ ടേംസിന്റെ. അത് നിങ്ങൾ ചെയ്ത് നോക്കിയോ? ചെയ്യാൻ പറ്റുന്നുണ്ടോ? ശരി. ഓക്കെ, താങ്ക് യു. Thank you, ma'am.